കർഷകരെ ദുരിതത്തിലാക്കി കൃഷിനാശം വ്യാപകമാകുന്നു. കടുത്ത വേനലിൽ ജലാംശം നിലനിർത്താനാകാതെ ഒടിഞ്ഞുപോകുന്ന വാഴകളും കാട്ടുപന്നി ശല്യവുമാണ് കൃഷിക്കാർക്ക് പ്രഹരമായി മാറുന്നത്. മാവൂർ പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിൽ നിരവധി വാഴകളാണ് ഇതിനകം നിലംപൊത്തിയത്. കൃഷിഭൂമി പാട്ടത്തിനെടുത്തും കടം വാങ്ങിയ തുക കൊണ്ടുമാണ് പലരും കൃഷി ഇറക്കിയത്. വാഴകൾ മാസങ്ങളോളം പരിപാലിച്ച് അവസാന ഘട്ടം ആവാറാവുമ്പോഴുണ്ടാകുന്ന അപ്രതീക്ഷിത തിരിച്ചടി കുറച്ചൊന്നുമല്ല കർഷകരെ ദുരിതത്തിലാക്കിയത്. മാവൂരിൽ മുല്ലപ്പള്ളി വിശ്വനാഥൻ വെച്ച 500 വാഴകളിൽ 75 എണ്ണത്തിലധികം കുലകൾ കടുത്ത ചൂടിൽ മൂപ്പത്തും മുമ്പ് നിലംപൊത്തി. കാട്ടുപന്നി ശല്യം വീണ്ടും തലപൊക്കിയതാണ് കർഷകർക്കുള്ള മറ്റൊരു ഭീഷണി. കണ്ണിപ്പറമ്പ് പ്രദേശത്താണ് ശല്യം വീണ്ടും രൂക്ഷമായത്. KV നാസിമുദ്ദീന്റെ വാഴകളും പച്ചക്കറികളും കിഴങ്ങുവർഗ്ഗങ്ങളുമാണ് കാട്ടുപന്നി നശിപ്പിച്ചത്. നാസിമുദ്ദീൻ സൗരോർജ്ജ വേലി കെട്ടിയിരുന്നതിനാൽ കുറെ കാലം ഉപദ്രവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ സുരക്ഷയ്ക്കായി കെട്ടിയ വേലിയെയും അതിജീവിച്ച് കാട്ടുപന്നി അകത്ത് കടന്ന് കൃഷി നശിപ്പിച്ച വിഷമത്തിലാണ് കർഷകൻ. ആവുന്ന പ്രതിരോധ മാർഗങ്ങളെല്ലാം സ്വീകരിച്ചിട്ടും കൃഷി നിലനിർത്താൻ കഴിയാത്തതിന്റെ വിഷമവും കർഷകൻ പങ്കുവച്ചു. കാട്ടുപന്നികളെ തുരത്താൻ വേണ്ടി മാത്രം ചെയ്താണ് ഈ സൗകര്യം കെട്ടിയത്. അതിനുവേണ്ടി എല്ലാ സഹായം എല്ലാവരും പഞ്ചായത്തും അല്ല കൃഷിഭവനും എല്ലാം സൗകര്യം ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഇത് എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറി കടന്നു വിടുന്നു ഞങ്ങൾ യാതൊരു വിവരമില്ല. ഇപ്പം കായും കാര്യമൊക്കെ പറിക്കാനായ സമയത്താണ് ഇതിൻ്റെ ഈ സംഭവം ഇങ്ങനെ വന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള യാതൊരു നിവൃത്തിയില്ലാതെ നിൽക്കുകയാണ് ഇപ്പോൾ. പയർ നശിപ്പിച്ചിട്ടുണ്ട്, വൈതലങ്ങ, മധുരക്കിഴങ്ങ്, വെണ്ടക്ക, എല്ലാ സാധനവും പോയിട്ടുണ്ട്. ഇങ്ങനെയാണ് കൃഷിയെ സംരക്ഷിക്കുന്ന കർഷകർക്ക് സംരക്ഷണമൊരുക്കാൻ അധികൃതർ മുന്നോട്ട് വരണമെന്നാണ് പ്രധാന ആവശ്യം. കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്ന കൃഷിനാശത്തെ പ്രകൃതി ദുരന്തമായി കണ്ട് പ്രത്യേകം സഹായം നൽകണമെന്നും പൂവാട്ടുപറമ്പിൽ ചേർന്ന സ്വതന്ത്ര കർഷക സംഘം മണ്ഡലം വർക്കിംഗ് കമ്മിറ്റി യോഗവും ആവശ്യപ്പെട്ടു. ഗോൾഡൻ ഡയമണ്ട്സ്, മാവൂർ, പൂവാട്ടുപറമ്പ്. കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.